ഷാരൂണിന് ജ്യൂസും കഷായവും ഒക്കെ കൊടുത്ത് തട്ടിയ മിടുക്കിയായ ഗ്രീഷ്മയെ പോലെ മിടുമിടുക്കിയാണ് പണത്തിനു വേണ്ടി കൊല്ലത്ത് 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ അനുപമ. ഇപ്പോൾ ജയിലിൽ കിടന്നപ്പോഴാണ് അനുപമയ്ക്ക് പഠിക്കാൻ ആഗ്രഹം തോന്നുന്നത്. തൻ്റെ പഠനം പൂർത്തിയാക്കണം, ഒരു ജോലി വേണം, തൻ്റെ ഭാവി സുരക്ഷിതമാക്കണം എന്നൊക്കെ. ഇതിനുവേണ്ടി അനുപമ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇനി മറ്റൊരു കാര്യം, അനുപമയെ പഠിപ്പിക്കാൻ ജയിലിലെ തടവ് പുള്ളികളടക്കം കട്ട സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം മാലക്കള്ളിയോടും കൊലപാതകിയോടും പിടിച്ചുപറിക്കാരിയോടും എല്ലാം, എന്തിനേറെ പറയുന്നു, ജയിൽ സൂപ്രണ്ടിനോട് പോലും അനുപമ ഒടുക്കത്തെ ഇംഗ്ലീഷ്. ഇതോടെയാണ് ഈ കൊച്ചിവിടെ ജയിലിൽ കഴിയേണ്ടവളല്ല, അവൾ പഠിക്കട്ടെ, പഠിച്ചു വളരട്ടെ എന്നൊക്കെ കരുതി. അല്ലെങ്കിൽ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതൊക്കെ വലിയ കുറ്റമാണോ? ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയല്ലേ കൊല്ലം ആശ്രമ മൈതാനത്ത് കൊച്ചിനെ കൊണ്ട് വിട്ട എന്നൊക്കെ കരുതിയാണ് അനുപമ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയതെങ്കിൽ കുറ്റകൃത്യം ഒരിക്കലും കുറ്റകൃത്യമാകാതിരിക്കില്ല. പണത്തിന് വേണ്ടി 6 വയസ്സുകാരിയെ അച്ഛനും അമ്മയും മകളും, അതായത് ഒരു കുടുംബം മൊത്തമായി തന്നെ സ്കെച്ചും പ്ലാനുമൊക്കെ ചെയ്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു ചെറിയ സംഭവമൊന്നുമല്ല. ജാമ്യം ലഭിച്ച് ഈ പെൺകുട്ടി ഒന്ന് പുറത്തിറങ്ങിയാൽ ഇവളൊരു ക്രിമിനൽ തന്നെയായിരിക്കെ പഠിക്കണം, വളരണം എന്നൊക്കെ പറഞ്ഞു നൽകുന്ന ജാമ്യാപേക്ഷ വെറും പേരിന് മാത്രമായിരിക്കും. ഇതുപോലത്തെ സാധനങ്ങളെ ജയിലിന് പുറത്തിറക്കിയാൽ, അതായത് ക്രിമിനലായ ആളുകൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ കാട്ടിക്കൂട്ടുന്നത് വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും അനുപമയ്ക്കായി ഇപ്പോൾ കൊല്ലം അഡീഷണൽ സെക്ഷൻ കോടതി 1 ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ മുഖേന ഒരു ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. കേസിൽ ആദ്യമായാണ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഒരു ജാമ്യാപേക്ഷ പോകുന്നത് പോലും. വിദ്യാർത്ഥിയായ അനുപമയുടെ പഠനം തുടരാൻ ജാമ്യം നൽകണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കൊല്ലത്ത് 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ ഈ കേസിൽ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ KR പത്മകുമാർ, ഭാര്യ MR അനിതകുമാരി, മകൾ അനുപമ എന്നിവരാണ് പ്രതികൾ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3ാം പ്രതിയായ അനുപമയാകട്ടെ 4 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. ഹോളിവുഡ് താരങ്ങളുടെ വീഡിയോകൾക്ക് റിയാക്ഷൻ വീഡിയോകളാണ് അനുപമ യൂട്യൂബ് ചാനലിൽ പ്രധാനമായും പോസ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷിലാണ് ഈ അവതരണങ്ങളെല്ലാം. അതിനാൽ തന്നെ വിദേശങ്ങളിൽ നിന്നടക്കം ഈ ചാനലിന് ഏറെ കാഴ്ചക്കാരുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട അനുപമയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും ഇപ്പോൾ കുതിച്ചു പാഞ്ഞിരിക്കുന്നു. അതേസമയം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാർ കഴിയുന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനുപമയും അനിതയും ഉള്ളത്. ഇവരെല്ലാം ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഇങ്ങനൊരു കൃത്യം നടപ്പാക്കിയത്. അതായത് പണത്തിന് വേണ്ടി സ്വന്തം മകൾ അനുപമയെ ഉപയോഗിച്ച് ഇവർ ഹണി ട്രാപ്പ് വരെ നടത്താൻ ശ്രമം നടത്തിയതായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായ അനുപമയുടെ ബുക്കിൽ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന കുട്ടികളുടെ വിവരങ്ങളാണ് അനുപമ ഡയറിയിൽ കുറിച്ചുവെച്ചത്. 9ലധികം നോട്ട് ബുക്കുകളിൽ നിന്നായി തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ട കുട്ടികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കിഡ്നാപ്പിംഗ് നടത്താൻ വലിയ മുന്നൊരുക്കം തന്നെയാണ് അനുപമ അടക്കമുള്ള പ്രതികൾ നടത്തിയത്. നേരത്തെ 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും സാഹചര്യം എതിരായതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി അനുപമയും അമ്മ അനിതകുമാരിയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു പോലീസ്. ഇതിന് പിന്നാലെയാണ് ഇവർ കുടുംബമായി ചേർന്ന് പണത്തിനു വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ കുറ്റകൃത്യമാണ് എന്നത് വ്യക്തമായത്. അതേസമയം പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകളാണ്. തട്ടിക്കൊണ്ടുപോകൽ, തടവിലാക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിയമപ്രകാരമുള്ള വകുപ്പുകളും ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കേസിൽ 3 പ്രതികളും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ജാമ്യമൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് പഠനത്തിന്റെ ആവശ്യമെന്ന് പറഞ്ഞ് അനുപമ ജാമ്യത്തിനായി ശ്രമം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.